നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഓരോ ദിവസവും ഏകദേശം 60,000 നുണകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 60,000. നമ്മളറിയാതെ നമ്മുടെ തലയിലൂടെ കടന്നു പോകുന്ന ഈ ചിന്തകളിൽ ഭൂരിഭാഗവും വെറും ചപ്പുചവറുകളാണ്. പക്ഷെ പേടിപ്പിക്കുന്ന കാര്യം അതല്ല. ഈ നുണകളെല്ലാം നമ്മൾ സത്യമാണെന്ന് കരുതി വിശ്വസിക്കുന്നു എന്നതാണ്. മനസ്സ് നിങ്ങളോട് പറയും, എനിക്കതിനുള്ള കഴിവില്ല, അതൊന്നും എനിക്ക് പറഞ്ഞല്ല, അവരെ പോലും ഇന്ന് എനിക്കാവാൻ പറ്റില്ല, എൻ്റെ ലൈഫിലൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാനൊരു തോൽവിയാണ്. ശരിക്കും ഇതൊക്കെ നിങ്ങളുടെ ചിന്തകളാണോ? അതോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കുകയാണോ? ഈ 60,000 ചിന്തകളിൽ ഏതൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, ഏതൊക്കെയാണ് തള്ളിക്കളയേണ്ടത്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ശത്രുവാക്കാതെ എങ്ങനെ അതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാം എന്ന് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. ഈ വെള്ളത്തിൽ നീന്തുന്ന മീനിന് ആ വെള്ളം കാണാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ 24 മണിക്കൂർ നമ്മുടെ ചിന്തകളുടെ ഉള്ളിലാണ്, ചിന്തകളിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല. സത്യം പറയണ്ടല്ലോ, നമ്മുടെ ചിന്തകളൊക്കെ ഒരു കണ്ണട പോലെയാണ്. അപ്പോൾ ഈ ഒരു കണ്ണടയൊക്കെ പോലെ ഒരു കണ്ണട പോലെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ ക്ലിപ്പ് ഓൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണട കറുപ്പായി. പിന്നെ ഇതിലൂടെ നോക്കുന്നതൊക്കെ ഇരുട്ടായിട്ടാണ് കാണാൻ പറ്റാം. ഞാൻ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ വെളുപ്പായി, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഫുള്ള് തെളിച്ചുള്ളതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഈ ലോകത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, മാറിയത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, അല്ലേ? ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കണ്ണ് അങ്ങനെയുള്ളവരെ മാത്രമേ തിരഞ്ഞുപിടിക്കൂ. എൻ്റെ ജീവിതം ആകെ പണ്ടാരടങ്ങിയിരിക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചുരുക്കത്തിൽ നിങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. പക്ഷേ ഈ കണ്ണടൊന്ന് മാറ്റിവെക്കാൻ പറ്റിയാലോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറില്ലേ? ആ ഒരു സീക്രട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ അതിശയപ്പെടും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു അബദ്ധം പറയാം. തലയിലൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനൊരു തോൽവിയാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ചിന്തയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ല, ഞാനൊരു പുലിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആകും എന്നൊക്കെ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ സമാധാനം കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് കിട്ടുന്നതോ ഫുൾ ഓവർ തിങ്കിങ് ആയിരിക്കും. കോൺഫിഡൻസിന് പകരം വല്ലാത്തൊരു ആങ്സൈറ്റിയും വെപ്രാളമൊക്കെ ആവും. എന്താണെന്നറിയോ, ഈ ചിന്തകളോട് നമ്മൾ എത്രത്തോളം മല്ലിടുന്നുവോ അത്രത്തോളം അത് പവർഫുൾ ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ഒരു ചെളിക്കുഴിയിലൊക്കെ വീണ പോലെയാണ്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രത്തോളം കൈകാലിട്ടടിക്കുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്രത്തോളം വേണ്ടെന്ന് വയ്ക്കുന്നുവോ അത്രത്തോളം ആ ചിന്തകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും. ഒരു കഥ പറയാം ഇനി. നമ്മുടെ കഥാനായകനെ നമുക്ക് അരുൺ എന്ന് വിളിക്കാം. ആളൊരു പാവാണ്, നല്ല ക്യാരക്ടറാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അവൻ്റെ മൈൻഡ് അപ്പം തന്നെ പണി തുടങ്ങും. അയ്യോ, ഞാൻ പറഞ്ഞത് കേട്ട ആൾക്ക് വല്ലതും തോന്നിയിട്ടുണ്ടാവുമോ? ആൾക്ക് വിഷമമായിട്ടുണ്ടാവുമോ? ഞാൻ പറഞ്ഞത് അബദ്ധമായോ? ഞാൻ എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തത്? ഇങ്ങനെ ചിന്തിച്ച് അവൻ പതുക്കെ ആളുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാൽ ആരും കാണാതെ നേരത്തെ മുങ്ങുവൻ. ആകെ മൊത്തം ഒരു വെപ്രാളായിരുന്നു അവന്. എന്നാൽ ഒരു ദിവസം അവനൊരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ തലയ്ക്കകത്ത് പണ്ട് മുതലേ സെറ്റ് ചെയ്ത് വെച്ച ഒരു സീക്രട്ട് റൂളുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നൊരു റൂള്. കേൾക്കുമ്പോൾ സംഗതി നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരൊറ്റ ചിന്ത അവൻ്റെ ലൈഫ് തന്നെ കുളമാക്കി. ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ മോശം റിലേഷൻഷിപ്പുകളൊക്കെ വെറുതെ എല്ലാം സഹിച്ചു നിന്നു. ആരോടും നോ പറയാൻ അവന് പറ്റിയില്ല. മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ അവനെല്ലാം സഹിച്ചു. അവനില്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവൻ്റെ തലക്കകത്ത് ഈ കുഞ്ഞു ചിന്തയാണ് അവൻ്റെ ലൈഫിനെ മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത്. എന്നാണോ അവന് ചിന്തയെ പിടികൂടിയത്, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം അവൻ മനസ്സിലാക്കിയത്, അന്ന് തീർന്നു അതിൻ്റെ പവർ. അവൻ പതുക്കെ ഫ്രീ ആയി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് പറ്റിച്ചാലോ? അതിന് കിഡിലൻ ഐഡിയ ഉണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഞാൻ ഒരു തോൽവിയാണെന്ന് പറയുന്നതിന് പകരം ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയേ, ഞാനൊരു തോൽവിയാണ് എന്നൊരു ചിന്ത എൻ്റെ തലയിൽ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ? ആ ഒരു ചെറിയ മാറ്റം മതി. ഞാൻ തോൽവിയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങളാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വരുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചിന്തയിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ചിന്തയല്ല, അതിന് വെറുതെ നോക്കി നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. ഇതൊരു സിമ്പിൾ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ചിന്തകൾ ആകാശത്ത് കൂടി ഒഴുകി നടക്കുന്ന മേഘങ്ങൾ പോലെയാണ്. നിങ്ങളാണ് ആ വലിയ ആകാശം. മേഘങ്ങൾ വരും, കുറച്ച് നേരം നിൽക്കും, പിന്നെ അങ്ങോട്ട് പോകും. ചിലപ്പോൾ നല്ല കറുത്ത മേഘങ്ങളായിരിക്കും, മഴമേഘങ്ങളായിരിക്കും, ചിലപ്പോൾ വെളുത്തത് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ളത്. പക്ഷെ അതൊന്നും ആകാശത്തിനെ ബാധിക്കില്ല. ആകാശം അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് മനസ്സ് ഓരോന്ന് പറഞ്ഞ് ബളം വയ്ക്കുകയാണെങ്കിൽ പേടിക്കണ്ട. അടുത്ത മേഘം വന്നാണല്ലോ കരുതി അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. നിങ്ങൾ തകർന്നു പോയിട്ടൊന്നുമില്ല. നിങ്ങളുടെ മൈൻഡ് വെറുതെ ഇങ്ങനെ വാചാലമാവുന്നതാണോ, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ചിന്തകളുടെ പവറൊന്ന് കളഞ്ഞാലോ? അതിന് കിഡിലൻ ടെക്നിക്ക് ഉണ്ട്. സംഗതി കേൾക്കുമ്പോൾ ഇത്തിരി തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷേ റിസൾട്ട് കിടുവാണ്. ഇപ്പോൾ എനിക്കിതിനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ആകെ ബോറാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോവുകയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വരികയെന്ന് വിചാരിക്കാം.
നമ്മൾ സാധാരണ ഇത് കേട്ട് പാടിയിരിക്കും. പക്ഷേ ഇനി മുതൽ ഇങ്ങനെ വരുമ്പോൾ ആ ചിന്തയെ ഒരു പാട്ടായിട്ട് പാടി നോക്കിയേ. അല്ലെങ്കിൽ പാട്ട് കഴിഞ്ഞതാ ഈ ഹസ്കി ഡാൻസ് ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയേ. അല്ലെങ്കിൽ വലിയ കോമഡി നടന്ന സ്റ്റൈൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ കോമഡി സീൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ആ നിമിഷം ചിന്തയുടെ ആ ഒരു ഗൗരവം അങ്ങ് പോകും. പെട്ടെന്ന് അതൊരു കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ആ ചിന്തയുടെ പവർ അവിടെ തീർന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറ് ഒരു വാക്കുകളുണ്ടാക്കുന്ന മെഷീൻ, വേർഡ് മെഷീൻ മാത്രമാണ്. അല്ലാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മെഷീനൊന്നുമല്ല. അവിടെ നല്ല ചിന്തകൾ വരും, വെറും ചപ്പുചോറുകളും വരും. അതുകൊണ്ട് ഈ വരുന്ന ചിന്തകളെല്ലാം സത്യമാണെന്ന് നോക്കി വെറുതെ സമയം കളയണ്ട. അത് എനിക്ക് ഉപകാരമുള്ളതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് വിശ്വസിക്കണം, ഏത് തള്ളിക്കളയണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, ഇത് നിങ്ങൾ എന്നും എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുതൽ തലയിൽ ഏതൊരു ചിന്ത വന്നാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി സമയം വെറുതെ കളയണ്ട. പകരം സിമ്പിളായിട്ട് ഈ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുക. ഈ ചിന്ത എന്നെ സഹായിക്കുന്നുണ്ടോ? ഇത് കാരണം എൻ്റെ ലൈഫിൽ വല്ല ഗുണമുണ്ടോ? മറുപടി ഉണ്ട് എന്നാണെങ്കിൽ അത് മുറുകെ പിടിച്ചേക്കുക. പക്ഷേ ഇല്ല എന്നാണെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്കുക. മൈൻഡ് ചെയ്യാൻ നോക്കിയൊന്നും വേണ്ട. അതിനോട് തല്ലുണ്ടാക്കാനോ അത് മാറ്റാനൊന്നും പോകണ്ട. അതൊരു പാഴ്ചിന്താണല്ലോ എന്ന് കരുതി വിട്ടുകളഞ്ഞേക്കുക. ആകാശത്ത് കൂടി മേഘങ്ങൾ ഒഴുകി പോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഇതിങ്ങനെ വന്നു അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. നിങ്ങളതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ പണി നോക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളെ ഭരിക്കേണ്ടത്. നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളല്ല. ആ ചിന്തകളെ വെറുതെ നോക്കി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് നിങ്ങൾ. ഈ മൈൻഡ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതതിൻ്റെ സ്വഭാവമാണ്. പറഞ്ഞോട്ടെ. പക്ഷെ നമ്മുടെ വിലപ്പെട്ട സമയവും എനർജിയും ഏത് ചിന്ത കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. വെറുതെ തലയിൽ വരുന്ന ഓരോ പാഴ്ചിന്തകളല്ല നിങ്ങളുടെ ഭാവി എഴുതുന്നത്. മറിച്ച് ആ ചിന്തകൾക്കിടയിലും നിങ്ങൾ എടുക്കുന്ന ഓരോ ബോൾഡായ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് മനസ്സ് പറയുന്ന കേട്ട് തളർന്നു പോകാതെ എപ്പോഴും ഒരു ബോധത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ഈ കുഞ്ഞു മൈൻഡ് പറയുന്ന നുണകൾ കേട്ട് നിങ്ങളുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യാൻ ഒരു കാലത്തും സമ്മതിക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ 60,000 ചിന്തകൾ അവന് വന്നോട്ടെ, എത്ര വേണമെങ്കിലും വരട്ടെ. കാരണം അവ വെറും മേഘങ്ങൾ മാത്രമാണെന്നും അവയെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് നിങ്ങളുടെ കയ്യിലാണെന്നും ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ 60,000 ചിന്തകളിൽ ഏതിനും വിശ്വസിക്കണമെന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ബി ദ ബോസ് ഓഫ് യുവർ മൈൻഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്നാലേ വീഡിയോ മറ്റുള്ളവരിലും കൂടി എത്തൂ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.